ഹായ് മക്കളെ, അങ്ങനെ SSLCയുടെ റിസൾട്ട് വന്നിരിക്കുകയാണ്. നിങ്ങളെല്ലാവരും വളരെ സന്തോഷത്തിലാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഒരുപാട് കുട്ടികൾ നമ്മളിങ്ങനെ കോൺടാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു, ഒരുപാട് താങ്ക്സ് മെസ്സേജുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ബേസിക്കലി അയക്കുന്ന മെസ്സേജുകളൊക്കെ നല്ല നല്ല സ്കോറുകൾ, ഒരുപാട് ഫുൾ A+ കിട്ടിയ കുട്ടികളുണ്ട്, 1-2 A+ അവിടെ വേണ്ടി പോയ കുട്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് നിങ്ങളുടെ റിസൾട്ട് എത്ര എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഒരു A+ എവിടെയെങ്കിലും കുറഞ്ഞു പോയാലോ, മാർക്ക് എവിടെയെങ്കിലും കുറഞ്ഞു പോയാലോ, അതൊന്നും ഇപ്പോൾ നിങ്ങൾ ബോധേടുണ്ടാക്കുക. നമ്മൾ എഴുതിയൊരു കാര്യം, നമ്മൾ എടുത്ത എഫേർട്ട് റിസൾട്ട് അവിടെ വന്നിരിക്കും. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ എന്തിനാ SSLC റിസൾട്ട് എന്തിനാ, +1 സീറ്റിനാണല്ലോ, അതൊന്നും നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. നിങ്ങൾക്ക് എല്ലാവർക്കും റിസൾട്ട് അല്ലെങ്കിൽ തുടർ പ്രവേശനം കിട്ടുമെന്നാണ് നമ്മളെ ഗവൺമെന്റ് അല്ലെങ്കിൽ നമ്മുടെ മന്ത്രി ഇന്ന് പ്രഖ്യാപിച്ചത്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട മൂന്നാമത്തെ കാര്യം, നിങ്ങളുടെ റീവാലുവേഷൻ. ഒരുപാട് ആളുകൾ ഇതൊന്ന് റീവാലുവേഷൻ നടത്തിയെടുക്കുക, ചിലപ്പോൾ എൻ്റെ A+ കൂടാൻ സാധ്യതയുണ്ട്, എൻ്റെ 9 A+ 10 ആവാനുണ്ട്, അല്ലെങ്കിൽ എൻ്റെ 8 10 ആവാനുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് റീവാലുവേഷൻ ചെയ്താൽ കൊള്ളാമെന്നുണ്ടെങ്കിൽ മക്കൾ ഇനി ഒരു തരി പോലും നിങ്ങൾ എങ്ങോട്ടും എന്ത് ചെയ്യേണ്ട, ചിന്തിച്ചിരിക്കണം. വേഗം നമ്മൾ ഡേറ്റ് നോട്ട് ചെയ്ത് വെച്ചോ. മെയ് 9 മുതൽ, അതായത് നാളെ മുതൽ മെയ് 9 മുതൽ മെയ് 15 വരെ എന്ത് ചെയ്യുന്നത്, നമ്മുടെ റീവാലുവേഷൻ ഡേറ്റ് ആണ്. ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് അപ്ഡേറ്റ് ലിങ്കുകളും കാര്യങ്ങളും എങ്ങനെ അപ്ഡേറ്റ് ചെയ്യണം കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു ചാനലിലൂടെ എന്ത് ചെയ്യും, നിങ്ങളേക്ക് അറിയിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഓർമ്മയിലുണ്ടാവുന്ന ഡേറ്റ് ഒന്ന് റിമൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അത് നാളെ മുതൽ 15-ാം തീയതി വരെ നിങ്ങൾക്ക് റീവാലുവേഷൻ കൊടുക്കാൻ സമയമുണ്ട്. ഇനി ഇതുപോലെ അതായത് ചിലപ്പോൾ 1, 2, 3, 4 മാർക്കിൻ്റെ ബേസിൽ ചിലപ്പോൾ തോറ്റുപോയ കുട്ടികൾ അല്ലേ, തോറ്റുപോയവരൊന്നും പേടിക്കണം. അതൊന്നും പരീക്ഷയ്ക്ക് തോൽക്കുക എന്നുള്ള ഒന്നും വലിയ ഇതുള്ളത്. പരീക്ഷയ്ക്ക് തോൽക്കുക നമ്മൾ എന്ത് ചെയ്യും, അത് നമ്മൾ പരീക്ഷ ചെയ്ത് നമ്മൾ വിജയിക്കും, അത്രേ ഉള്ളൂ. അതെന്താണ്, അത് വരാൻ പോകുന്നത് മെയ് 28 മുതൽ ജൂൺ 26 വരെ നമ്മൾ എക്സാം നടക്കുന്നത്. അപ്പോൾ അതെങ്ങനെ രജിസ്റ്റർ ചെയ്യും, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് വന്നുകൊണ്ടിരിക്കും. ഓക്കെ, അതുകൊണ്ട് നിർബന്ധമായി നമ്മൾ ചാനൽ നിങ്ങൾ എപ്പോഴും സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ കൂടെ ഉണ്ടായിരിക്കുക. അപ്പോൾ ഈ 2 കാര്യങ്ങൾ, ഒന്നേതാ, റീവാലുവേഷൻ നാളെ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എവിടെയെങ്കിലും ആരെങ്കിലും 1-2 മാർക്കിൽ തോറ്റുപോയ വിദ്യാർത്ഥികൾ ഒരു തരിവ് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട, പേടിക്കൊന്നും. നമ്മൾ എന്ത് ചെയ്യും, നമ്മളത് പരീക്ഷയോട് നമ്മൾ നേടിയെടുക്കുക തന്നെ ചെയ്യും. സോ നിങ്ങളുടെ എത്ര നിങ്ങൾ A+ നിങ്ങളുടെ സ്കോർ എത്ര നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. സോ മക്കൾ ഓൾ ദി വെരി ബെസ്റ്റ്. അപ്പോൾ ഇനിയും ബന്ധപ്പെട്ട് ഒരുപാട് അപ്ഡേറ്റ്സ് വരാനിരിക്കുകയാണ്. നിർബന്ധം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോ വേഗം ഒന്ന് ചെയ്യുക, സെൻഡ് ചെയ്ത് കൊടുക്കുക. സോ എല്ലാവർക്കും ഇന്നത്തെ SSLC പരീക്ഷയിൽ വിജയിച്ച എല്ലാവർക്കും അഭിനന്ദനങ്ങൾ, കൺഗ്രാറ്റുലേഷൻസ്.